الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. الله خالق كل شيء وهو الواحد القهار له ما في السماوات وما في الأرض وما بينهما. ഈ ലോകങ്ങളെയൊക്കെ അടക്കി വാഴുന്നവനായ അല്ലാഹു, അവനാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ്, നിയന്താവ്, പരിപാലകൻ. അല്ലാഹു വാഹിദുൽ ഖഹാറാണ്. അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നടപ്പിൽ വരുത്താൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം കഴിവുള്ളവനായത് നമ്മുടെ ആരുടെയും ഓശാരം കൊണ്ടല്ല, ഔദാര്യം കൊണ്ടല്ല, അനുകൂലമായ വോട്ടുകൊണ്ടുമല്ല. മറിച്ച് അല്ലാഹു അവനാണ് ഈ വസ്തുവകകളെയൊക്കെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, പോറ്റി വളർത്തുന്നത്. അല്ലാഹു ആണ് ഈ സൃഷ്ടി ജാലങ്ങളുടെയൊക്കെ പരിപാലകൻ, സൃഷ്ടാവ്, നിയന്താവ്. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളിൽ എവിടെയും എന്തും സംഭവിക്കുന്നത് അവൻ്റെ നിശ്ചയപ്രകാരം മാത്രമാണ്, അവൻ്റെ ഇറാദത്ത് കൊണ്ടും മഷിയത്ത് കൊണ്ടും മാത്രമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫി ദുലുമാതിൻ വലാ ഫിൽ അർദ് വലാ റതബിൻ വലാ യാബിസിൻ വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. എല്ലാ രഹസ്യ ഖജാനകളുടെയും താക്കോല് അവൻ്റെ കയ്യിലാണ്, അതിൻ്റെ പരമാധികാരം അവൻ്റെ കയ്യിലാണ്. അവൻ അറിയാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ലാ യഅലമുഹാ ഇല്ലാ ഹു. എല്ലാം അല്ലാഹു മാത്രം അറിയുകയും അവൻ മാത്രം അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യുകയും ചെയ്യും. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വചനം വിശ്വാസികളായ നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഉണങ്ങിയ ഇലയോ അതല്ലെങ്കിൽ പച്ച ഇലയോ ഭൂമിയിലേക്ക് കൊഴിഞ്ഞു വീഴുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയും. ഭൂമി നമ്മളുടെ അറിവിൽ വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. ഈ വലിയ ഭൂമിയുടെ ഒരുപാട് ഭാഗങ്ങൾ, വലിയ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. വനാന്തരങ്ങളിൽ, നമ്മളുടെ ദൃഷ്ടി എത്താത്തിടങ്ങളിൽ, പുതിയ മനുഷ്യന്റെ ടെക്നോളജിയുടെ വികസനം കൊണ്ട് അവിടങ്ങളിൽ നിന്നൊക്കെ രഹസ്യമായി ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾക്ക് പോലും ചെന്നെത്താൻ കഴിയാത്തത്ര വിദൂരതയിൽ വനാന്തരങ്ങളിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ നിന്നും ഒരു പഴുത്ത ഇലയോ ഉണങ്ങിയ ഇലയോ പച്ച ഇലയോ ഭൂമിയിലേക്ക് കൊഴിഞ്ഞു വീഴുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ കിതാബിൽ, ഗ്രന്ഥത്തിൽ മുൻകൂട്ടി എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംഭവിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞു. ഭൂമിയുടെയും വനങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇതാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും കണ്ണെത്താത്തത്ര ദൂരത്തിൽ അനന്തമായ നിലയിൽ കിടക്കുന്ന സാഗരങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, ആഴിക്കടലുകളുണ്ട്. അവിടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് അല്ലാഹു അല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അവിടെ കോടാനകോടി ജന്തുജാലങ്ങൾ സുഖമായി ജീവിക്കുന്നു, വിഹരിക്കുന്നു. അവര് ആഹരിക്കുന്നു, അന്തിയുറങ്ങുന്നു, ഇണചേരുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, പുതിയ തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നു. അവര് ആരുടെയും ഉപദ്രവങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഏറ്റുമുട്ടലുകളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ സുഖമായി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതും നിയന്ത്രിക്കുന്നവൻ, സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആകാശഭൂമികളിലുള്ള സർവത്തിൻ്റെയും സംവിധായകനായ, സൃഷ്ടാവായ, പരിപാലകനായ, റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത്, സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു പഠിക്കാൻ, എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മളോട് പറയാം, ഖുൽ, നിങ്ങളിങ്ങനെ പറഞ്ഞു പഠിക്കണം, നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പരിശീലിക്കണം. എന്ത് പറയണം? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ നീയാണ് മാലിക്കുൽ മുൽക്ക്. അത് പറഞ്ഞ് നമ്മൾ പഠിക്കണം.
അത് പറഞ്ഞ് നമ്മൾ ശീലമാക്കണം. അതാണ് ശരി എന്ന വിശ്വാസത്തിലേക്ക് നമ്മളുടെ ഈമാനിന്റെ അളവ് ചെന്നെത്തണം. അതിനാണ് യഖീൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, മാലിക്കൽ മുൽക്കായ അല്ലാഹുവേ, രാജാതിരാജനായ അല്ലാഹുവേ, രാജാക്കന്മാരുടെ ഉള്ളകങ്ങളെ നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, സൃഷ്ടിജാലങ്ങളുടെ നന്മതിന്മകളെ നിശ്ചയിക്കുന്നവനായ അല്ലാഹുവേ, ഖൈറും ഷർറും ഞങ്ങൾക്ക് വേണ്ടി നൽകുന്നവനായ അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക മൻ തശാ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് നന്മകൾ നൽകുന്നത്, അധികാരം നൽകുന്നത്, പവർ നൽകുന്നത്, പദവി നൽകുന്നത്, ഇതൊക്കെ നീയാണ് നൽകുന്നത്. തൂത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും നീ ഇഷ്ടപ്പെടുമ്പോൾ അധികാരത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നതാണ്. നീ ഇഷ്ടപ്പെടുമ്പോൾ ചില ആളുകൾക്ക് ബാഹ്യമായ നിലയിൽ ഒരർഹതയുമില്ലാത്ത സാഹചര്യത്തിൽ നീ അധികാരത്തെ കൊടുക്കും. അതുപോലെ അധികാരത്തിന്റെ ഹുങ്കിൽ ലോകം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ വിചാരിക്കുമ്പോൾ ബാഹ്യമായ ഒരു കാരണവുമില്ലാതെ അവരിൽ നിന്നും അധികാരത്തെ തിരിച്ചെടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്രൂദിനെ സംബന്ധിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأتي بها من المغرب. അലം തറ, എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? അള്ളാഹു ചോദിക്കാണ്, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇങ്ങനെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ പൗരൻ, ഒരു സാധാരണക്കാരനായ പ്രജ, അതിലും വിശേഷിച്ച് തന്റെ കൊട്ടാരത്തിൽ വിഗ്രഹങ്ങളെയും മറ്റുമൊക്കെ നിർമ്മിച്ച് വിറ്റ് കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യന്റെ പ്രിയപ്പെട്ട പുത്രൻ രാജാവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ധൈര്യത്തോടുകൂടി പറഞ്ഞ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്തേ ആലോചിക്കുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കാം. ധൈര്യത്തോടുകൂടി എന്തായിരുന്നു പറഞ്ഞത്? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. നമ്രൂദേ, നീ ഞങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയാണ്, നീ ഞങ്ങളുടെ ഒക്കെ രാജാവാണെന്നല്ല, ഞങ്ങളുടെ ഒക്കെ ദൈവമാണെന്ന് വാദിക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിന്റെ അധികാരത്തെ അള്ളാഹുവാണ് തന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജാവിന്റെ മുമ്പിൽ ആ രാജാവിന്റെ കൊട്ടാരത്തിലെ പരിചാരകനായ അല്ലെങ്കിൽ തൊഴിലാളിയായ ഒരാളുടെ സാധാരണക്കാരനായ മകൻ വന്ന് നിന്നുകൊണ്ട് മുഖത്ത് നോക്കി പറയുകയാണ്, രാജാവേ, ഈ കാണുന്ന നിന്റെ അധികാരമൊക്കെ എന്റെ അള്ളാഹു നിനക്ക് തന്നതാണ്. ആ പ്രയോഗത്തിൽ ഒരു വലിയ ചിന്തനീയമായ വിഷയമുണ്ട്, സന്ദേശമുണ്ട്. ഈ കാണുന്ന നിന്റെ അധികാരമൊക്കെ എന്റെ അള്ളാഹു നിനക്ക് തന്നതാണ് എന്ന് പറയും. അല്ലാഹുൽ മുൽക്ക് ഇത് ഖാല, അവൻ ഉടനെ പറഞ്ഞു, ആഹാ, അത് നിന്റെ അള്ളാഹു ഒന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റേതാണ്. ഇത് ഖാല അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت. എന്റെ അള്ളാഹു നിനക്ക് തന്നതാണ് എന്ന് പറയുമ്പം അവനല്ല, അതെന്റേതാണ് എന്ന് അവകാശവാദം ഉന്നയിക്കും. എന്റേതാണ് എന്ന് അവകാശവാദം ഉന്നയിക്കും. ആയിക്കോട്ടെ, ഈ കാണുന്ന രാജ്യത്തിന്റെ ലോകത്തിന്റെ അധികാരം നിന്റേതാണ് എങ്കിൽ ഇവിടെ ജീവിക്കുകയും വസിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജനനവും മരണവും നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്, എന്റെ അള്ളാഹു അല്ലേ തീരുമാനിക്കുന്നത്. അള്ളാഹു അല്ലേ. ഇവിടെ ആരെയും ജയിപ്പിക്കാൻ നിനക്ക് സാധിക്കും, ചിലപ്പോൾ ജയിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയാൻ നിനക്ക് സാധിക്കും, കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അട്ടിമറികൾ നടത്താൻ സാധിക്കും. അങ്ങനെ ചിലപ്പോൾ കസേരയുടെ എണ്ണത്തിൽ ഭൂരിപക്ഷം നിനക്ക് സ്വന്തപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഈ മനുഷ്യരിൽ ഒരാളെയും ജീവിപ്പിക്കാൻ നിനക്ക് സാധിക്കൂല. ജീവിക്കുന്നവരെ കൊലപ്പെടുത്താനും സാധിക്കുകയില്ല. കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെയുള്ള അറുകൊലയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് എന്ന ശക്തിമാനായ ഭരണാധികാരിയുടെ മുന്നിൽ ആ മണ്ടനായ മനുഷ്യൻ പറഞ്ഞു, ഞാനും അങ്ങനെ ആളുകളൊക്കെ ജീവിപ്പിക്കാറുണ്ട്, എനിക്കും അത് പറ്റും, ഞാനും ആളുകളൊക്കെ മരിപ്പിക്കാറുണ്ട്. ജയിലിൽ ജീവപര്യന്തത്തിന് ശിക്ഷിച്ച അല്ലെങ്കിൽ തൂക്കുകയറിന് വിധിച്ച ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ അയാൾ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന് മരണശിക്ഷ വിധിക്കപ്പെട്ടവനാണ്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവനെ കൊല്ലാൻ പോവാണ്, അവന് മരണം ഉറപ്പായി, ഇതാ ഞാൻ അവനെ ജീവിപ്പിക്കുന്നു, പോടാ, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവൻ വാദം നടത്തി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ പടച്ചവന്റെ ഒരു ഖുദ്റത്ത് ഞാൻ നിനക്ക് പറയാം.
എന്റെ പടച്ചവന്റെ ഒരു കഴിവ് ഞാൻ നിനക്ക് പറയാം. എന്റെ റബ്ബ് കിഴക്ക് നിന്നും സൂര്യനെ എല്ലാ ദിവസവും ഉദിപ്പിക്കുകയാണ്. മഗ്രിബ് ആകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറ് അത് അസ്തമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ ഒന്ന് നീ കാട്ടിത്തരാമോ? എന്റെ റബ്ബ്, യഥാർത്ഥ റബ്ബ്, എന്റെയും നിന്റെയും റബ്ബ്, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സൃഷ്ടാവായ സംരക്ഷകനായ റബ്ബ്, അവൻ കിഴക്ക് നിന്നും ഉദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യനെ നീ മാറ്റി നാളെ മുതൽക്ക് പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കാമോ? എന്നാ പിന്നെ നീ റബ്ബാണെന്ന് ഞാൻ അംഗീകരിക്കാം. നിനക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. നിനക്ക് അധികാരത്തിൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ വാക്കുകളുടെ മുമ്പിൽ നമ്രൂദ് എന്ന് പറയുന്ന വിഡ്ഢിയായ, പമ്പര വിഡ്ഢിയായ, പരമാധികാരം അവകാശപ്പെട്ടിരുന്ന രാജാവ് മുട്ടുകുത്തി. വാക്ക് മുട്ടിപ്പോയി, മറുപടി ഇല്ലാതെയായിപ്പോയി. കാരണം കിഴക്ക് നിന്നും സൂര്യനെ ഉദിപ്പിക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് എന്തെങ്കിലും അധികാരമുണ്ട് എന്ന വാദത്തിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ പറയൂ. നാളെ മുതൽ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റും. എന്നാൽ പിന്നെ നീ റബ്ബാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല രസകരമായ നിലയിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരസ്പരമുള്ള സംഭാഷണത്തെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാണ്? എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ചരിത്രങ്ങളിലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ അവരുടെ അധികാരത്തെ അവർ കൂട്ടുപിടിച്ചു, മറ്റു ചിലപ്പോൾ അവരുടെ ഇൽമിനെ, വിജ്ഞാനത്തെ, വിവരത്തെ, സാങ്കേതിക ജ്ഞാനത്തെ അവർ കൂട്ടുപിടിച്ചു. മറ്റു ചിലപ്പോൾ ആൾബലത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയും അതുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ ദാസന്മാരെയും അമർച്ച ചെയ്ത് കളയാമെന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊക്കെ ഭൂമിയിൽ സംഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നൊക്കെ പടച്ചവൻ ചോദിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക. അങ്ങനെയൊക്കെ വാദിച്ചിരുന്ന ഒട്ടനവധി സംഘങ്ങൾ ഈ ഭൂമി ലോകത്ത് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഒക്കെ ഉത്ഥാന പതനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് എന്ന് അല്ലാഹു തആല എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? ആദ് എന്ന് പറയുന്ന ഒരു വിഭാഗം, സമൂദ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഫറോവ എന്ന് പറയുന്ന ഒരു പറ്റം അഹങ്കാരികൾ, നമ്രൂദിയൻ സാമ്രാജ്യത്വ ശക്തികൾ, ഇങ്ങനെ എണ്ണി എണ്ണി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വമ്പന്മാരുടെ, വീരന്മാരുടെ, എന്നാൽ പമ്പര വിഡ്ഢികളായ ആളുകളുടെ ഒക്കെ പതനങ്ങളെ കുറിച്ച് കുറച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയും വിജയിക്കുകയും ചെയ്ത തൗഹീദിന്റെ വക്താക്കളായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. ഫറോവയുടെ മുമ്പിൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു നിർത്തി തരികയും അതിലൂടെ നമുക്ക് ഒട്ടനവധി പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ നമ്മൾ നിവർത്തി വായിക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഒരു സൂറത്തിൽ അള്ളാഹു തആല കാര്യപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആ സൂറത്ത് അവസാനിപ്പിച്ചു. വളരെ പ്രമാദമായ മറ്റൊരു പ്രമേയത്തിലൂടെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിട്ട് ആരംഭത്തിൽ ചില്ലറ വാക്കുകളും വരികളും വിഷയങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ ഓതിക്കൽപ്പിച്ചിട്ട് ഉടനെ അള്ളാഹു എന്തേ നിങ്ങൾ മൂസയിലേക്ക് പോകാത്തതെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. വീണ്ടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസയുടെയും ഫറോവയുടെയും ചരിത്രത്തെ അള്ളാഹു തആല വീണ്ടും നമ്മളെ പഠിപ്പിക്കുക. ഭൂമി ലോകത്തെ അനറബ്ബുക്കുമുൽ അഅല എന്ന് പറയാനും മാത്രം അഹങ്കാരിയായിരുന്ന ഒരു പമ്പര വിഡ്ഢി, ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് വാദിക്കാനും മാത്രം വിഡ്ഢിത്വത്തിന്റെ പരമോന്നതിയിൽ നിന്ന ഒരാള്, അയാളുടെ സാമ്രാജ്യത്വ ശക്തിയുടെ ആധിപത്യത്തിന്റെ ആൾബലത്തിന്റെ ഘനത്തിലും അഹങ്കാരത്തിലും ഞാനാണ് ദൈവമെന്ന് വാദിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ജനിക്കാവൂ എന്നവൻ തീരുമാനിച്ചു. ഭൂമിയിൽ ഒരാൺകുട്ടി ജനിക്കരുത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൺകുഞ്ഞുങ്ങളെ, സാധുക്കളായ നിരപരാധികളായ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ കൊന്നൊടുക്കി തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി, തന്റെ ഈ പവർ നിലനിർത്താൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം മുഴുവനും അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരാൺകുഞ്ഞ് പിറക്കരുത് എന്ന് തീരുമാനിക്കുകയും അതിനായി നിയമ നടപടികൾ സ്വീകരിക്കുകയും വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. വിപ്ലവങ്ങളാണ്, അല്ലാതെ ന്യായങ്ങളല്ല. വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ആ കുഴപ്പങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലം നൽകാൻ ശ്രമിക്കുന്നു. ആളുകളെ കൊണ്ട് അതിനൊക്കെ കൈയടിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. അക്രമങ്ങൾ കാണിക്കുന്നവർ, അഹങ്കാരത്തോടുകൂടി അറുകൊല ചെയ്യുന്നവർ ഇവിടെ നല്ല ആളുകളായി ചമയുന്നു. അവർക്ക്
ആളുകൾ വോട്ട് കൊടുക്കുന്നു, കയ്യടി കൊടുക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ, കയ്യടി കൊടുത്തിട്ടില്ലെങ്കിൽ, വോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ കാര്യത്തിലും അപകടം മണക്കും. അവരെ ചിലപ്പോൾ ജയിലിലടച്ചെന്ന് വരും, മറ്റു ചിലപ്പോൾ തൂക്കുകയറി വിധിച്ചെന്ന് വരും, മറ്റു ചിലപ്പോൾ മറ്റു പലതിലും കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്തെന്ന് വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആളുകൾ ഭയന്ന് വോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹു വീണ്ടും 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 ഓതി കേൾപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ഈ ചരിത്രങ്ങളെല്ലാം 13 വർഷക്കാലം മക്കയുടെ പ്രതികൂലമായ സാഹചര്യത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനും അല്ലാഹു തആല ആവർത്തിച്ച് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. 13 വർഷക്കാലം മക്കയുടെ ജീവിതത്തിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ആദ്യാവസാനം ഈമാനാണ്, തൗഹീദാണ്. ഈമാനും തൗഹീദുമാണ് അല്ലാഹു തആല നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്, നമ്മുടെ റസൂലിനെയും സഹാബത്തിനെയും പറഞ്ഞു പഠിപ്പിച്ചത്. നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് പോലെ അന്ന് ഇബാദത്തുകളൊന്നുമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, അങ്ങനത്തെ കർമ്മങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ തൗഹീദ് ഉള്ളക തൂറ്റി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. നബിമാരുടെ സംഭവങ്ങൾ പറഞ്ഞിട്ടും മുൻഗാമികളായ ആളുകളുടെ ത്യാഗങ്ങൾ പറഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ അവരഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഭയാനകമായ സംഭവഗാഥകളെ പറഞ്ഞിട്ടും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ഈമാനിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു 13 വർഷക്കാലം മക്കയുടെ ജീവിതത്തിൽ. ഹിജ്റത്തിന് ശേഷം മദീനയിൽ എത്തിയപ്പോഴാണ് അല്ലാഹു തആല ഒന്നിനു പുറകെ ഓരോരോ നിയമങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മക്കയിൽ നിന്നും ഒന്നുമില്ലാത്തവരായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാട് വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരായി. നമ്മളൊക്കെ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വരുമോ എന്ന ഉപ്രളത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷനോടുകൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. ഇവിടെ ഏകാധിപത്യം വരാൻ പോവുകയാണ്. എന്താ ജനാധിപത്യം, എന്താ ഏകാധിപത്യം? പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ചിന്തിക്കാതെ നമ്മളുടെ സമുദായം ഇങ്ങനെ അലസമായ നിലയിൽ ജീവിക്കുകയാണ്. ഇലക്ഷൻ, എന്ത് ഏകാധിപത്യം, എന്ത് സ്വച്ഛാധിപത്യം, എന്ത് ജനാധിപത്യം, എന്ത് ഡെമോക്രസി, എന്ത് ഇന്ത്യ, എന്ത് ഭാരതം? പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ തലയിൽ ഇതൊന്നുമില്ല. അതിന് പകരം ആ തലയിൽ നിന്നും അവരുടെ അവബോധത്തെ പറിച്ചെടുത്തു, സ്വയബോധത്തെ പറിച്ചെടുത്തു, അവരുടെ വ്യക്തിത്വബോധത്തെ പറിച്ചെടുത്തു. അവരുടെ സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ മറ്റിടങ്ങളിലേക്ക് അകറ്റി മയക്കുമരുന്നുകൾക്കും മദ്യത്തിനും തോന്നിവാസങ്ങൾക്കും വൃത്തികേടുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ ഊർജ്ജസ്വലരാകേണ്ടിയിരുന്ന പുതിയ തലമുറയെ മറ്റു പലയിടങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ മിമ്പറുകളിലോ പ്രസംഗവേദികളിലോ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ അതൊന്നും കേട്ടളകാൻ മലക്കുകളല്ലാത്ത വേറെ ആരുമില്ല എന്ന പരിതാപമാണ് നമുക്കൊക്കെ ഉള്ളത് പ്രിയപ്പെട്ടത്. അതുകൊണ്ടാണ് ആവേശപ്രസംഗം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന തിരിച്ചറിവ് ഇന്ന് നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിന് പകരം ഈ സമുദായം ചില വസ്തുതകൾ അറിയണം, ചില കാര്യങ്ങൾ അറിയണം. ആ ബോധത്തോടുകൂടി നീങ്ങാൻ ശ്രമിക്കണം. സമുദായം അഥവാ തിരിച്ചറിവിന്റെ പാത സ്വീകരിച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, ഏത് പ്രതികൂല രാജ്യങ്ങളിലും ഈ സമുദായത്തിന് ഉറപ്പായ വിജയം ഉണ്ടാകും. അതിന് സംശയമൊന്നുമില്ല. കാരണം നമ്മൾ ബാഹ്യമായ ഏതെങ്കിലും ശക്തി വൈഭവത്തിന്റെ പിൻബലത്തിൽ, ആൾബലത്തിന്റെയും ആയുധത്തിന്റെയും പിൻബലത്തിൽ ഒന്നും ഭൂമിയിൽ അധികാരം ഏറ്റെടുത്തവരല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കെന്ത് അധികാരം പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് കസേര? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കള് സ്വന്തം പിതാവിനെയും മാതാവിനെയും മക്കളുടെ മുമ്പിൽ വെച്ച് അറുകല നടത്തി. സുമയ്യ എന്ന ആദ്യത്തെ ഇസ്ലാമിലെ ഷഹാദത്ത് വരിച്ച വനിത മഹദി അവറുകൾ കുന്തത്താൽ കുത്തപ്പെടുന്നത് സ്വന്തം മകന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ്, ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ദുർബലയായ, വയസ്സായ, വൃദ്ധയായ ഒരു പെൺകുടിയെ മലർത്തിക്കടത്തിക്കൊണ്ട് അവരുടെ ഗുഹ്യ ഭാഗത്ത് മൂർച്ചയുള്ള ഒരു കുന്തം കുത്തിക്കയറ്റുകയും അതിൽ നിന്നും ചീറ്റി പുറത്തേക്ക് തെറിക്കുന്ന രക്തത്തിന്റെ തുള്ളികൾ ആ പ്രിയപ്പെട്ട പുത്രന്റെ മേനിയിൽ വീഴുന്നു. ഒരുപക്ഷേ പെടഞ്ഞു മരിക്കുന്ന തള്ളയുടെ, അമ്മയുടെ, ഉമ്മയുടെ മരണവേദനയേക്കാൾ കൂടുതൽ അത് കണ്ടു നിൽക്കുന്ന മകന്റെ മനസ്സിനുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും പീഡനങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാർ ഒരു സന്ധിക്ക് വിളിക്കുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ, എന്താ ചർച്ച? നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട, വേണമെങ്കിൽ
ഈ നാട്ടിലെ എല്ലാ അധികാരത്തിന്റെയും പവറിന്റെയും പദവിയുടെയും ഉത്തുംഗതയിൽ നിന്നെ ഞങ്ങൾ ഇരുത്താം, നിന്നെ ഞങ്ങൾ അധികാരി, ഞങ്ങളുടെ രാജ്യത്തിന്റെ അടുത്ത 5 വർഷക്കാലം ഭരിക്കാനുള്ള പരമാധികാരം നിനക്ക് തരാം, നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാം, വേണമെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി സാമ്പത്തികമായ ഭദ്രത നിനക്ക് ഞങ്ങൾ സമ്മാനിക്കാം. അതല്ല ഈ നാട്ടിലെ നല്ല പെൺകുട്ടികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കുടുംബജീവിതമൊക്കെ നയിച്ച് നല്ല മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന നാട്ടിലെ ഏത് പെണ്ണിനെ വേണമെങ്കിലും ഞങ്ങൾ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഒരു രാജ്യത്തിന്റെ ഓഫറാണ് പ്രിയപ്പെട്ടവര്, ഒരു രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ നാട്ടുരാജാക്കന്മാരുടെ ഓഫറാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ശരി, ഞാൻ നിലകൊള്ളുന്ന ഈ തൗഹീദിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, പോരാട്ടത്തിന്റെ മാർഗത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 800 ചില്ലറ കസേര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് കസേര കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ ജയ്ഹിന്ദ് വിളിച്ചാൽ എല്ലാമായി എന്നൊരു തെറ്റിദ്ധാരണ ഒന്നും എനിക്കില്ല. എനിക്ക് എന്റെ വലത് കൈയിൽ സൂര്യനെ തരികയും ഇടത് കൈയിൽ ചന്ദ്രനെ തരികയും ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ഞാൻ സത്യത്തിന്റെ പാതയിൽ നിന്നും പുറകോട്ട് പോകാൻ തയ്യാർ. നമ്മൾ ആഗ്രഹിക്കുന്നത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പോരാട്ടമാണ്. ഇവിടെ സത്യം വിജയിക്കണം, ധർമ്മം വിജയിക്കണം, നീതി വിജയിക്കണം, മനുഷ്യത്വം ഉണ്ടാകണം, മനുഷ്യർക്കിടയിൽ സ്നേഹം ഉണ്ടാകണം, സൗഹൃദം ഉണ്ടാകണം. അല്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ട് അതിനുമായി ബന്ധപ്പെട്ട വടംവലി നടത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, സ്ഥാനാർത്ഥികളാകാൻ നമ്മൾ ആരും തയ്യാറില്ല. സ്ഥാനാർത്ഥികൾ, സ്ഥാനം അധികം ആർത്തി സ്ഥാനാർത്ഥി എന്നാ പറയാ. സ്ഥാനത്തോട് ആർത്തി ഉള്ളവരായി അതിനുവേണ്ടി കടിച്ചു വലിച്ചു കീറി പരസ്പരം പോരടിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് എങ്ങനെങ്കിലും ഒരു കസേരയിൽ കയറിയിരിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ മാർഗമല്ല. മുസ്ലിമീങ്ങൾക്ക് അത് വേണ്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, മുൻഗാമികളായ മഹത്തുക്കൾ, മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതുപോലത്തെ വലിയ മഹാനായിരുന്നു സുഫിയാൻ സൗരി. അതുപോലത്തെ മഹാനായ മറ്റൊരു മഹാനുണ്ടായിരുന്നു ഇബ്നു ഖുദാമ. ഈ മഹാന്മാര് 3 പേരും ആ രാജ്യത്തെ ഏറ്റവും പ്രമുഖന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന, അന്നും ഇന്നും ജീവിച്ചിരുന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ മഹാന്മാരാണ്, മഹാരഥന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരൊരു തീരുമാനം എടുത്തു, നമ്മുടെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസുമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഈ 3 പേരെയും ചീഫ് ജസ്റ്റിസ് ആക്കണം. ഖുത്ബയായതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോടതികളിൽ നിന്നും, പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും, അധികാര വിഭാഗത്തിന്റെ അത്തരം അന്തഃപുരങ്ങളിൽ നിന്നൊക്കെ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നത്തേത് മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നും ഉള്ളതായിരുന്നു, എപ്പോഴും ഉള്ളതാണ്, ഇനി എപ്പോഴും ഉണ്ടാകും. ഇതിനെതിരെയുള്ള ധർമ്മസമരത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ഒരു പണ്ഡിതനോട് ദേശദ്രോഹം അല്ലെങ്കിൽ തീവ്രവാദം, അല്ലെ, ഈ ദേശദ്രോഹം, തീവ്രവാദം, നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചു പോയാൽ അത് ദേശദ്രോഹമാകും, അത് തീവ്രവാദമാകും. ദേശദ്രോഹവും തീവ്രവാദവും വിഘടനവാദവും ഒക്കെ നമ്മൾ ഒരു ഭാഗത്ത് കാണുകയാണ്. അത് പലപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമായി മാറ്റി വെക്കുകയാണ്. ആളുകൾ ചോദിച്ചു, പത്രക്കാര് ചോദിച്ചു, ഈ പറയുന്ന സംഗതിയും ജിഹാദും തമ്മിൽ എന്താ ബന്ധം, എന്താണ് വ്യത്യാസമുള്ളത്? അത് തന്നെയല്ലേ ജിഹാദ്? ദേശദ്രോഹം അതാണല്ലോ ജിഹാദ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി നമ്മളൊക്കെ പഠിക്കേണ്ട തരത്തിൽ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ദേശദ്രോഹവും തീവ്രവാദവും ജിഹാദും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ദേശദ്രോഹത്തെയും രാജ്യദ്രോഹത്തെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ പരിശ്രമങ്ങൾ നടക്കുന്നോ ആ പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ആ പരിശ്രമം അല്ലാതെ രാജ്യത്തിന് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുകയല്ല. രാജ്യത്തിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാൻ വേണ്ടി, രാജ്യനിവാസികൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അലമുറ വിളിക്കുകയും ചെയ്യുന്നതിനല്ല ജിഹാദ് എന്ന് പറയുന്നത്. രാജ്യത്ത് സമാധാനം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം, ജനങ്ങളുടെ ഇടയിൽ ഒരുമയുണ്ടാകണം. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നമ്മൾ സമാധാനത്തോടെ ജീവിച്ചിരുന്നത് പോലെ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനരും ഒക്കെ അവനവന്റെ മതം അനുഷ്ഠിച്ചുകൊണ്ട്, എന്നാൽ മനുഷ്യത്വത്തിന്റെ പേരിൽ പരസ്പരം ഇണങ്ങിയും ഒരുമയോടുകൂടിയും പങ്കുവെച്ചും ഒക്കെ ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി നടക്കുന്ന പരിശ്രമങ്ങളെ, അഥവാ ദേശദ്രോഹത്തെയും രാജ്യദ്രോഹത്തെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഫലസ്തീനിൽ കാണുന്ന രക്തപ്പുഴയെ ജിഹാദാണെന്ന് വിളിക്കാത്തത്. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, നീതിക്ക് വേണ്ടിയുള്ള, ന്യായത്തിന് വേണ്ടിയുള്ള, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ മഹാന്മാരായ 3 പേരെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസുമാരാക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് രാജാക്കന്മാര് വിളിച്ച് സംസാരിച്ചു. പക്ഷെ അവര് നിന്നുകൊടുത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം ഈ രാജാക്കന്മാരുടെ ഏറാൻ മൂളികളായ നിലയിൽ
അവർ പറയുന്നത് പോലെ കയറിയിരുന്ന കസേരയിൽ അവരുടെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലയിൽ ഫത്വ കൊടുക്കാൻ, വിധി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും നന്മയുടെയും ഒരു പാതയുണ്ട്. ആ പാതയിൽ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പവറിന്റെ പേരിലോ കാറിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദവിയുടെ പേരിലോ ഒന്നും ഞങ്ങൾക്ക് തലകുണിക്കാൻ സാധിക്കൂല. പ്രിയപ്പെട്ടവരെ, അനുനയിപ്പിക്കാൻ, പ്രലോഭിപ്പിക്കാൻ പല നിലയിലും ശ്രമിച്ചിട്ട് ഈ 3 പേരും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ രാജാവിന്റെ ഭാഗത്ത് ഓർഡർ ഇട്ടു, അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്തിനാ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ 5 കൊല്ലം ഭരിക്കാൻ വേണ്ടി കയറിയിരുന്നു, 2.5 കൊല്ലം ആയപ്പോൾ അവിശ്വാസ വോട്ടിൽ പുറത്തുപോയിട്ട് അടുത്ത പ്രാവശ്യം അന്വേഷണം നടത്തിയപ്പോൾ കോടാനുകോടികൾ തന്റെ പൂജാമുറിയിൽ വെച്ചിട്ട് കട്ടുമുടിപ്പിച്ചു. അങ്ങനെ ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ പുതിയ പുതിയ പ്രൊജക്ടുകളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ നക്കി തിന്നതിന്റെ പേരിലല്ല ജയിലിൽ പോകുന്നത്. പിന്നെ എന്തിനാ ജയിലിൽ പോകുന്നത്? രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഇരിക്കണമെന്ന് ഭരണാധികാരികൾ ന്യായമായ നിലയിൽ പറഞ്ഞ് നിർബന്ധിച്ചിട്ടും അതിന് വഴങ്ങാതെ ആയപ്പോൾ ആ മഹാരഥന്മാരെ ആ പദവിയിലേക്ക്, കസേരയിലേക്ക് നിർബന്ധിച്ചിരുത്താൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. 3 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. എവിടെ കൊണ്ടുപോവാ? അധികാര കസേരയിൽ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോകും. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വർത്താനം പറയുമ്പോഴൊക്കെ നമ്മുടെ കണ്ണൊരിക്കലും ഏതെങ്കിലും ഒരു കസേരയിലല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണ് ഇവിടെ മനുഷ്യത്വം പുലർന്നു കാണണം. സ്നേഹ സാഹോദര്യത്തോടുകൂടി രാജ്യത്ത് എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്ന നല്ല അവസ്ഥ ഉണ്ടാകണം. എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അവരവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാത്ത അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് മാത്രമേ ഉള്ളൂ. 3 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. വരുന്ന വഴിയിൽ 3-ൽ ഒരാൾ മഹാനായ സുഫിയാൻ റഹിമഹുല്ലാഹ് അവറുകൾ തന്ത്രപരമായ നിലയിൽ പോലീസുകാരോട് പറഞ്ഞു, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നല്ലവരായ മഹാന്മാരായ പണ്ഡിതന്മാരല്ലേ, മൂത്രമൊഴിക്കാൻ ചെന്നാൽ പോയിട്ട് മൂത്രിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അദ്ദേഹം മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി. പോലീസുകാരുടെ കണ്ണു വെട്ടിച്ചിട്ട് എവിടെയോ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇവിടുത്തെ കിട്ടിയില്ല, ഒളിച്ചുപോയി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മുസ്ലിമീങ്ങളുടെ മാർഗം, അവരുടെ നിലപാട്, അവരന്നും ഇന്നും എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാകണം. അദ്ദേഹം ഒളിച്ചുപോയി, പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി 2 പേരെ അവശേഷിച്ചു. കുറച്ച് ദൂരം വന്നു. രാജാവിന്റെ മുമ്പിൽ ഈ കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്ത 2 പേരെയും ഹാജരാക്കി. 3-ൽ രണ്ടാമത്തെ ഒരു മനുഷ്യനുണ്ടല്ലോ, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അവറുകൾ വളരെ തന്ത്രപരമായ നിലയിൽ, ബുദ്ധിപരമായ നിലയിൽ രാജാവിനെ കണ്ടുടനെ, രാജാവേ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിലെ കോഴിയൊക്കെ മുട്ടയിടുന്നുണ്ടോ? അടയിരിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ആടിന് പാലുണ്ടോ? ആട് പ്രസവിച്ചോ? എങ്ങനെയുണ്ട്? ആടിനൊക്കെ സുഖം തന്നെയല്ലേ? പശു എങ്ങനെയുണ്ട്? അദ്ദേഹം വളരെ തന്ത്രപരമായ നിലയിൽ ആവേശത്തോടെ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു. രാജാവിന് ദേഷ്യം വന്നു. ഈ മാനസിക രോഗിയായ പാഗലിനെയാണോ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഇരുത്താമോ? കൊണ്ടുവിടാം, പറഞ്ഞുകൂടാ. അയാളെ കൈകളിൽ അഴിച്ചുവിടും. വേണ്ട, അയാളെ അഴിച്ചുവിട്ടു. രക്ഷപ്പെട്ടു. ചിരിച്ചുകൊണ്ട് ആ മഹാനവറുകൾ രക്ഷപ്പെട്ടു ഓടി. എവിടുന്നാ ഓടുന്നത് പ്രിയപ്പെട്ടവരെ? രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരിക്കാനുള്ള നിർബന്ധത്തിന് മുന്നിൽ നിന്നും ഒളിച്ചോടി രക്ഷപ്പെടുക. അദ്ദേഹം രക്ഷപ്പെട്ടു സന്തോഷത്തോടുകൂടി. 3-മതായി മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് അവറുകൾ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇത്രയേറെ നിർബന്ധിച്ചിവിടെ ഹാജരാക്കിയത് എന്തിനാണ് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെ ഉപദ്രവിക്കാനല്ല, അപമാനിക്കാനല്ല, അപായപ്പെടുത്താനല്ല. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ചീഫ് ജസ്റ്റിസായി നിങ്ങൾ ഉപവിഷ്ടരാകണം. അത് രാജ്യത്തിന്റെ ഒരു ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അതിനുള്ള അർഹത എനിക്കില്ല, അതിനുള്ള വിജ്ഞാനം എനിക്കില്ല, വിവരം എനിക്കില്ല, നീതിബോധമില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ഒരു അധികാര കസേരയിൽ വന്നിരിക്കുക? രാജാവ് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കളവാണ് പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ നിങ്ങളാണ്. നിങ്ങൾ പരസ്യമായ നിലയിൽ കളവ് പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവറുകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങനെ ഞാൻ കളവ് പറയുകയാണ് എന്ന് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ കളവ് പറയുന്ന ഒരാളെ ഒരിക്കലും ജഡ്ജിയാക്കരുത്. അതിനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ നിങ്ങൾ തിരിച്ചുവിടണം എന്ന് പറഞ്ഞു. കളവ് പറയുന്നവനെ ഒരിക്കലും ജഡ്ജിയാക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഇയാളെ ജഡ്ജിയാക്കുന്നതിന് പകരം ജയിലിൽ അടയ്ക്കുക എന്ന് പറഞ്ഞു. ജയിലിൽ അടച്ചു. നിങ്ങളൊക്കെ അറിയുമോ, 4 മദ്ഹബുകളിലെ പ്രമുഖമായ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് അവറുകൾ ആ ജയിലിൽ കിടന്നു കുറച്ചു കാലം. അദ്ദേഹത്തിന്റെ ജനാസ, മയ്യത്ത് അതേ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ മരിച്ചിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിത ശ്രേഷ്ഠനായ മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവറുകളുടെ മരണം സംഭവിച്ചത് ജയിലിൽ കിടന്നാണ്. ജയിലിൽ കടന്നത് ആരുടെയും 10 പൈസ മോഷ്ടിച്ചതിന്റെ പേരിലല്ല, ഒരു രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയതിന്റെ പേരിലല്ല, ഏതെങ്കിലും നിലയിലുള്ള വിഘടനവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിലല്ല, തീവ്രവാദ പ്രസംഗം നടത്തിയതിന്റെ പേരിലല്ല.
ഒരു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഉപവിഷ്ടരാകണമെന്ന അപേക്ഷ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടക്കുകയും ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണൊരിക്കലും കസേരകളിലല്ല, അധികാരത്തിലല്ല. അങ്ങനത്തെ ഭ്രമം നമുക്കില്ല. പക്ഷേ ഈ രാജ്യത്ത് എന്നും സമാധാനം പുലർന്നു കാണണം, ധർമ്മം പുലർന്ന് കാണണം. ഈ രാജ്യത്ത് എപ്പോഴും സാഹോദര്യം നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ അഖണ്ഡത നഷ്ടപ്പെടരുത്. ഈ രാജ്യത്ത് നമ്മൾ അന്നു മുതൽക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടരുത്. ഇന്നത്തെ പുതിയ വർത്തമാന കാലഘട്ടത്തിന്റെ അവസ്ഥാന്തരങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് വിഘ്നം സൃഷ്ടിക്കുന്ന തരത്തിൽ പല ദുരുപയോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വഴിമാറി സഞ്ചരിക്കലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിമ്പറിൽ കുറച്ച് സമയം കൂട്ടിയിരുത്തി പ്രസംഗിച്ചിട്ടങ്ങ് പിരിഞ്ഞു പോയാൽ ഈ ഉത്തരവാദിത്തം തീരുവൊന്നുമില്ല. ഞാൻ കുറച്ച് മുമ്പേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വെള്ളിയാഴ്ച ദിവസം ഒരു വലിയ ജിഹാദാണ്. അടുത്ത വെള്ളിയാഴ്ച ദിവസം ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത 5 വർഷക്കാലം ആര് ഭരിക്കണം എന്ന തീരുമാനത്തെ കൈക്കൊള്ളാനുള്ള ഒരവസരം നമുക്ക് നൽകപ്പെടുകയാണ്. ഒരവസരം നമുക്ക് നൽകപ്പെടും. ഈ അവസരത്തെ നമ്മൾ സാധാരണഗതിയിൽ ജിഹാദിന് അർത്ഥം വെക്കുമ്പോൾ പറയാറില്ലേ, മുഅദ്ദിൻമാര് ബാങ്ക് കൊണ്ട് ജിഹാദ് ചെയ്യും. മുഅദ്ദിൻമാർ ബാങ്ക് കൊണ്ടാണ് ജിഹാദ് ചെയ്യുന്നത്. ആലിമീങ്ങൾ അവരുടെ കൈകളിലെ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളിലും വാക്കുകളിലുമാണ് അവരുടെ വാക്കുകളിലൂടെ ജിഹാദ് ചെയ്യും. എഴുത്തുകാര് അവരുടെ കലമിലൂടെ, അവരുടെ പെന്നിലൂടെ, പേനയിലൂടെ, മഷിയിലൂടെ ജിഹാദ് ചെയ്യും. അത്യാവശ്യ ഘട്ടത്തിൽ രാജ്യത്തിന് വേണ്ടി, നാടിനു വേണ്ടി, മതത്തിനു വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന മുജാഹിദുകൾ, പോരാളികൾ ആയുധം കൊണ്ട് പോരാട്ടം നടത്തുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് അടുത്ത വെള്ളിയാഴ്ച ദിവസം അരങ്ങേറാൻ പോകുന്ന ഇലക്ഷനിൽ മുസ്ലിമീങ്ങൾ അടക്കമുള്ള രാജ്യത്തിന്റെ നിവാസികൾ ബാലറ്റ് പേപ്പറിലൂടെ ജിഹാദ് ചെയ്യുകയാണ്. ഈ രാജ്യം ആര് ഭരിക്കണം? ആര് ഭരിച്ചാലും നമുക്കെന്താ? ആര് ഭരിച്ചാലും നമുക്ക് തമ്മിൽ ഭേദം തൊമ്മനാണെന്ന് പറയാറില്ലേ? ആര് ഭരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരുപോലൊക്കെയാണ് റിസൾട്ട് ഉണ്ടാവുക. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ ആരാകണമെന്ന തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഇലക്ഷനിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അവകാശം നമ്മൾ നിർബന്ധമായി വിനിയോഗിക്കണം. നമുക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടാകണം, വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകണം, നമുക്ക് വ്യക്തമായ ഒരു ചിന്തയും ആശയവും ആഗ്രഹവും ഉണ്ടാകണം. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥന ഉണ്ടാകണം, ദുആ ചെയ്യണം. നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ നന്നായി പടച്ചവനോട് ചോദിക്കണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ബാലറ്റ് പേപ്പറുകളിലൂടെ നമ്മൾ ഇടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ സമ്മതിദായക അവകാശം അതല്ല കാര്യങ്ങളുടെ തീരുമാനത്തിന് ഹേതുവാകുന്നത്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം, പരസ്പരമുള്ള ഒരുമ ഉണ്ടാക്കണം. നമ്മളെപ്രകാരം നല്ല അമലുകളിലൂടെ പടച്ചവനെ പ്രീതിപ്പെടുത്തുമോ, നമ്മളെപ്രകാരം പരസ്പരമുള്ള ഒരുമയിലൂടെ അല്ലാഹുവിന്റെ സഹായത്തെ വിളിച്ചു വരുത്തുമോ, അതിനനുസരിച്ചിട്ടായിരിക്കും രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാവുക എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആ ചിന്തയും അവബോധവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുള്ള തരത്തിലുള്ള ഒരു തീരുമാനം അനുകൂലമാക്കി തരുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്ത് എന്നല്ല, രാജ്യത്തിന് പുറത്ത് ഫലസ്തീൻ പോലെയുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു ഇസ്സത്തിലാക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരി സഹോദരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അള്ളാഹു കരകയറ്റുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമയോടുകൂടി അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നുപോയിട്ടുള്ള ധാർമ്മികമായ പരാജയങ്ങളെ പടച്ചവൻ തിരുത്തി തരുമാറാകട്ടെ. സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അവസാനം നമ്മളെയൊക്കെ ഈമാനോടുകൂടി അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.